ഇത് പഴനിമല, കേരളവും തമിഴ്നാടും അടക്കി വാഴുന്ന പളനിയാണ്ടവന്റെ ആസ്ഥാനം. മുരുകഭഗവാന്റെ 6 പടൈ വീടുകളിൽ 3ാമത്തെ പടൈ വീട്. ലോകത്തെങ്ങുമുള്ള മുരുകഭക്തർ ഒരു തവണയെങ്കിലും വരാൻ ആഗ്രഹിക്കുന്ന പുണ്യഭൂമി. ശിവപാർവതിമാരുടെ പുത്രനായ സുബ്രഹ്മണ്യസ്വാമിയുടെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് തമിഴ്നാട്ടിൽ ദിണ്ടിഗൽ ജില്ലയിലെ പളനിയിലുള്ള ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രം. മുരുകഭഗവാന്റെ മൂലകേന്ദ്രമായ ക്ഷേത്രമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. കയ്യിൽ ദണ്ഡും പിടിച്ചു നിൽക്കുന്ന നവപാഷാണ നിർമ്മിതമായ പ്രതിഷ്ഠയായതിനാൽ ദണ്ഡായുധപാണി എന്ന് ഭഗവാനെ വിളിക്കുന്നു. കേരളവുമായി ഏറ്റവും അധികം ബന്ധമുള്ള തമിഴ്നാട്ടിലെ ക്ഷേത്രമാണ് ദണ്ഡായുധപാണി മുരുകക്ഷേത്രം. ഇവിടെ സുബ്രഹ്മണ്യസ്വാമി പടിഞ്ഞാറോട്ട് കേരളത്തിന്റെ ദിശയിൽ ദർശനമായിരിക്കുന്നു. അതിനാൽ കേരളത്തിന്റെ അനുഗ്രഹദാതാവാണ് പഴനിയാണ്ടവൻ എന്ന് കേരളീയർ വിശ്വസിക്കുന്നു. അറിവിന്റെ പഴം എന്നർത്ഥമുള്ള ജ്ഞാനപ്പഴം എന്ന വാക്കിൽ നിന്നാണ് പഴനി എന്ന സ്ഥലനാമം രൂപപ്പെട്ടത്. സുബ്രഹ്മണ്യസ്വാമിയെ തന്നെയാണ് ജ്ഞാനപ്പഴമായി കണക്കാക്കുന്നത്. 18 സിദ്ധവൈദ്യ മഹർഷിമാരിൽ ഒരാളായ ഭോഗറാണ് പഴനിയിൽ മുരുകസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയത്. നവപാഷാണ മിശ്രിതം കൊണ്ടാണ് ഇവിടുത്തെ വിഗ്രഹം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കൈലാസത്തിൽ നിന്നും ബാലനായ മുരുകൻ മാതാപിതാക്കളോട് പിണങ്ങി പഴനിമലയിൽ വന്ന അതേ രീതിയിലാണ് ഭോഗർ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. തലമുണ്ഡനം ചെയ്ത് കൗപീനം മാത്രം വസ്ത്രമായി ധരിച്ച് കയ്യിൽ ഒരു ദണ്ഡുമായി നിൽക്കുന്ന താപസിയുടെ രൂപത്തിലാണ് വിഗ്രഹം. അതിനാലാണ് ദണ്ഡായുധപാണി എന്ന പേർ ലഭിച്ചത്. നവപാഷാണത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ വിഗ്രഹം തന്നെ അനവധി രോഗങ്ങൾക്കുള്ള ഔഷധമായി കണക്കാക്കുന്നു. അതിനാൽ ഈ വിഗ്രഹത്തിൽ അഭിഷേകം നടത്തിയ പഞ്ചാമൃതം, ചന്ദനം എന്നിവ ഔഷധമായി ഉപയോഗിക്കുന്നു. ക്ഷേത്ര സംബന്ധിയായ, ആചാര സംബന്ധിയായ ഇത്തരം വീഡിയോകൾക്കായി നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. തൈപ്പൂയമാണ് പളനി മുരുക ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. സ്കന്ദപുരാണ പ്രകാരം ദേവസേനാപതിയായ മുരുകഭഗവാൻ ലോകരക്ഷാർത്ഥം താരകാസുരനെ വധിച്ച ദിവസമാണ് തൈപ്പൂയമായി കണക്കാക്കുന്നത്. അന്നേ ദിവസം തലമുണ്ഡനം ചെയ്ത് കാവടിയെടുത്ത് ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തുന്നു. ബാലമുരുകന്റെ ആശ്രിതനായിരുന്ന ഹിഡുംബൻ എന്ന രാക്ഷസൻ പളനിമലകൾ തന്റെ തോളിലേറ്റി ഇവിടെ കൊണ്ടുവന്നു വെച്ചു എന്ന വിശ്വാസത്തിലാണ് ഭക്തർ കാവടിയെടുക്കുന്നത്. ഭഗവാനെ അഭിഷേകം നടത്തുന്നതിനുള്ള ജലവുമായിട്ടാണ് ചില ഭക്തർ പഴനിമല കയറുക. ഇതിന് തീർത്ഥക്കാവടി എന്നാണ് പറയുക. ഭോഗസ്വാമികൾ